പലപ്പോഴും അമ്മുവിന്റെ അറിവില്ലായ്മ കൊണ്ട് അതിര് വിട്ട് പല പ്രവൃത്തികളും ഉണ്ടായി. എനിക്കതൊന്നും സഹിക്കാൻ കഴിയാന്നിട്ടും സഞ്ജു സഹിച്ചു, ക്ഷമിച്ചു. അവിടെയാ സഞ്ജുവിന്റെ മനുഷ്യത്വം ഞാൻ തിരിച്ചറിയുന്നത്. സഞ്ജു അല്ല, വേറെ ആരായ പോലും എന്നോട് പൊട്ടിത്തെറിച്ചേനെ. ഞാനല്ലേ അമ്മൂനെ കൊണ്ടുവന്നു. എന്നിട്ട് ആ ബർത്ത്ഡേ ഫംഗ്ഷന് ഞാൻ തന്നെ സഞ്ജുവിനോട് പൊട്ടിത്തെറിച്ചു, സഞ്ജുവിനെ വേദനിപ്പിച്ചു. എനിക്കതിൽ പശ്ചാത്താപമുണ്ട് സഞ്ജു. ഐ ആം റിയലി സോറി. സഞ്ജുവിനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈ ഭൂമിയിൽ വേറെ ആർക്കും കഴിയില്ല. സഞ്ജുവിന്റെ മുന്നിൽ ഞാനൊരു പുൽക്കൊടിയെ പോലെ ചെറുതായി. ഒന്ന് നിർത്ത്. ഇനി അതൊക്കെ എന്തിനാ പറയുന്നത്? ഇനി എന്റെ മുന്നിൽ വലിയൊരു വെല്ലുവിളി ഉണ്ട് സഞ്ജു. ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞതെന്താ? അവളെ താലി കെട്ടി ആ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ? പക്ഷെ ഭർത്താവിന്റെ കൂടെ അവൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാ ഓർമ്മ നഷ്ടപ്പെട്ടപ്പോ അവൾ കാട്ടിക്കൂട്ടിയതല്ല. ഞാനവളെ കുറ്റം പറയുന്നതൊന്നും അല്ല. ഏത് പെണ്ണും ആഗ്രഹിക്കുന്നതേ അവളിൽ നിന്നുണ്ടായിട്ടുള്ളൂ. അയാൾക്കൊപ്പം ജീവിക്കാൻ അമ്മ കൊതിക്കുന്നുണ്ട്. അവൾക്ക് ഓർമ്മ നഷ്ടമായ സമയം എനിക്കതവള് തെളിയിച്ചു തന്നതാ. എനിക്ക് അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടെത്തണം. ഒരു നല്ല ഭാര്യയായി ജീവിക്കാനുള്ള അവളുടെ ഉള്ളിലെ ആഗ്രഹം എനിക്ക് സഫലമാക്കി കൊടുക്കണം. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അവളുടെ ചേച്ചിയാവും? ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോ എന്റെ അനിയത്തി ഒരു വിധവയെ പോലെ ജീവിക്കാൻ പാടില്ല. അമ്മ വിളിക്ക, ഞാനൊന്ന് അങ്ങോട്ട് ചെന്നിട്ട് വരാം. മോളെ മോളെ വേണ്ട, കരയണ്ട. അയ്യോ അമ്മ, എന്തൊക്കെ കൊടിയ തെറ്റുകളാണ് ഞാൻ ചെയ്തത്. അദ്ദേഹത്തെ ദൈവത്തെ പോലെ കണ്ടവളാ ഞാൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് എല്ലാവരുടെ മുന്നിലും പറഞ്ഞു നടന്നു. എന്താ എനിക്ക് ശരിക്കും സംഭവിച്ചത്? സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും കല്യാണം കഴിഞ്ഞ് നിന്നെയും കൂടെ ഞാൻ വീട്ടിലേക്ക് വന്നത് മോൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ആ വീഴ്ചയിൽ നിന്റെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടത് വരെയുള്ള ഓർമ്മകൾ മാത്രമേ നിനക്കുണ്ടായിരുന്നുള്ളൂ. നീ സഞ്ജുവിനെ വിട്ടുപോയതും ശ്രീകുട്ടിയുടെ അരികിലേക്ക് എത്തിയതും ഒക്കെ മോള് മറന്നുപോയി. അതറിയാതെയാ നിന്നെ ഞാൻ എൻ്റെ ആദ്യ മരുമകളായി വീട്ടിലേക്ക് കയറ്റിയത്.
സമയമില്ല മോളെ. മോള് വലത് കാലം വെച്ച് കയറി വാ. നീ എന്റെ മരുമോള്. വലത് കാലം വെച്ച് കയറി വാ മോളെ. മോള് വാ. മോളെ സാരമില്ല, ഒന്നും മോൾ അറിഞ്ഞു ചെയ്തതല്ലല്ലോ. അതിവിടെ എല്ലാവർക്കും അറിയാം. നിന്നെ ആരും വെറുക്കില്ല. അത്രയ്ക്ക് നന്മകൾ ചെയ്തവളാ നീ. അമ്മ, ഞാൻ ആരെയെല്ലാം വേദനിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ഞാൻ വേദനിപ്പിച്ചത് എന്റെ ചേച്ചിയാ. മോളെ ചേച്ചിന്റെ ഇവിടെ അത് പിന്നെ ഞാൻ ഈ നേരത്തെ ചേച്ചിക്ക് സഞ്ജുവേട്ടന്റെ മുറിയിൽ വരേണ്ട എന്ത് കാര്യമുള്ളത്? അതെ, നിങ്ങളുടെ റൂമിൽ അസമയത്ത് കയറിയതിന് സോറി. എന്താ ചേച്ചി, ഇത് ചേച്ചിയുടെ കമ്മലല്ലേ? ലച്ചുവിന് ഇത് എവിടെ നിന്ന് കിട്ടി? ചേച്ചിയുടെ എവിടെ ഊരി വെച്ചതെന്ന് ഓർത്താ ഉത്തരം കിട്ടും. സ്വാതി, കഴിക്ക് സഞ്ജുവേട്ടാ. ഞാൻ കാട്ടിക്കൂട്ടിയതൊക്കെ എന്റെ ചേച്ചി സഹിച്ചു. ആരൊക്കെയാണ് ഒന്നിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്, അവരെ തമ്മിൽ ഞാൻ അകറ്റി. എനിക്കിനി മരിച്ചാ മതി അമ്മ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ല മോളെ. സഞ്ജുവാ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്നുള്ള വിവരം ഇപ്പോഴും ശ്രീകുട്ടിക്ക് അറിയില്ല. നീ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെ മറന്ന് സഞ്ജു ഭർത്താവെന്ന് കരുതി പെരുമാറിയെന്ന് സ്വാതിയും കാഞ്ചിനെയും ഒക്കെ കരുതുന്നത്. ഇനി അതങ്ങനെ തന്നെ ഇരിക്കണം. മറ്റൊരു ലോകത്തായിരുന്നു നീ എന്ന് അവരൊക്കെ വിശ്വസിക്കുന്നത്. സഞ്ജു അല്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആ വിശ്വാസം നീ അങ്ങനെ തന്നെ നിലനിർത്തണം. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിച്ച ചേച്ചി എനിക്കൊന്ന് കാണണം. ആ കാലിന് വീണ് എനിക്കൊന്ന് മാപ്പ് ചോദിക്കണം. മോളെ ഈശ്വര, അമ്മുവാ. ചേച്ചി,
ചേച്ചി എന്തായി കാണിക്കുന്നേ? എന്താ ഇത്? ചേച്ചി എന്നോട് പൊറുക്കണേ ചേച്ചി. ഞാൻ കാട്ടിക്കൂട്ടിയതൊന്നും എനിക്കറിയില്ലായിരുന്നു. ചേച്ചി എന്നോട് പൊറുക്കണം. അമ്മയാണല്ലേ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നി ചേച്ചി? എനിക്ക് മരിച്ചാ മതി. ഞാൻ മരിക്കും. അമ്മോ ചേച്ചി എന്റെ മോളെ, നീ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും നടന്നത്. എല്ലാരും അതൊരു തമാശയായിട്ടേ കാണൂ. സഞ്ജു നിന്റെ ഭർത്താവാണെന്ന് നിനക്ക് തോന്നിയത് നീ മംഗലശ്ശേരി മുറ്റത്ത് വീണതുകൊണ്ടാ. സഞ്ജു അങ്ങനെ കണ്ടിട്ടുള്ളൂ. നീ സഞ്ജുവിന്റെ പിന്നാലെ നടന്നിട്ടും സഞ്ജു നിന്നോട് ദേഷ്യപ്പെടാത്തത് അതുകൊണ്ടല്ലേ? നിനക്ക് നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു. നീ കാണിച്ചതൊക്കെ എല്ലാരും ഒരു കുട്ടിക്കളിയായിട്ട് എടുത്തിട്ടുള്ളൂ. അമ്മോ, അതോർത്ത് നീ വിഷമിക്കല്ലേ. ഞങ്ങൾ ആരും നിന്നെ തെറ്റിദ്ധരിക്കില്ല. ഓർമ്മയില്ലാത്തത് കൊണ്ടാ നീ ഓരോന്ന് കാണിച്ചെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്ക്, അതോർത്ത് നീ ഇനി വിഷമിക്കരുത്. ലച്ചു, ലച്ചു ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു. ചേച്ചിക്കൊപ്പം ഇവിടെ വന്ന കാര്യങ്ങൾ ഞാൻ ഓർക്കായിരുന്നു. എല്ലാവരും ഇപ്പോ വലിയ സന്തോഷത്തിലാ. അവരുടെ സന്തോഷമെല്ലാം കെടുത്തിക്കളഞ്ഞത് ഞാനല്ലേ? ലച്ചു അറിഞ്ഞുകൊണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി അതേപ്പറ്റി ഒരു ചിന്തയും വേണ്ട. അതൊരു സ്വപ്നം പോലെ ലച്ചു മറന്നു കളയണം. ശരിക്കും എന്റെ ഓർമ്മകൾ നഷ്ടപ്പെടേണ്ടിയിരുന്നത് ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ കൊണ്ടായിരുന്നു. ചേച്ചിയുടെ ഭർത്താവാണെന്ന് അറിയാതെയല്ലേ ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു കയറി
അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അത് ചേച്ചി എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും. മറ്റൊരാളുടെ കണ്ണിൽ ഞാൻ മോശക്കാരിയായി. മുള്ളും മുരയും വെച്ച് മുത്തശ്ശിയും കവിതപ്പച്ചയൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കിപ്പോഴാ മനസ്സിലാവുന്നത്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ സഞ്ജു ആദ്യം താലികെട്ടിയ പെണ്ണല്ലേ ലച്ചു. കുറച്ചുകാലം സഞ്ജുവിന്റെ ഭാര്യ എന്ന സ്ഥാനത്ത് ജീവിക്കാൻ ലച്ചുവിന് ദേവിയായ ഒരു അവസരം തന്നതായി കണക്കാക്കിക്കൂടെ? അങ്ങനൊരു അവസരത്തിന് ഞാൻ മോഹിച്ചിട്ടില്ലെന്ന് ദേവിക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ടും എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു. ഇനി അത് മറക്കാതെ വഴിയില്ല. ഭാഗ്യത്തിന് സ്വാതിക്ക് ഒരു സംശയം തോന്നിയിട്ടില്ല. അതല്ലേ ലച്ചു വലിയ കാര്യമായിട്ട് കാണേണ്ടത്. ഇനി പഴയതുപോലെ ചേച്ചിയെ സ്നേഹിച്ച് ലച്ചുവിന് ജീവിക്കാം. ഇനി ഞാനായി അമ്മയും ചേച്ചി ഒരിക്കലും വേദനിപ്പിക്കില്ല. അതിനൊരവസരം ഞാനായിട്ടുണ്ടാക്കി കൊടുക്കുകയില്ല. അവരൊക്കെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പില്ല. ലച്ചു ഇല്ലാതെ സ്വാതി പോവില്ല. ലച്ചുവിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വീണ്ടും പഴയ ജീവിതം തന്നെ തുടരാൻ പാടില്ലെന്നാ. സഞ്ജുവിന്റെ ഭാര്യയെന്ന് എല്ലാവരോടും പറഞ്ഞ നിലയ്ക്ക് സഞ്ജു ഉള്ള ആ വീട്ടിൽ കഴിയാനും ബുദ്ധിമുട്ടാവും. അതൊരു പറച്ചിൽ മാത്രമല്ലല്ലോ, യാഥാർത്ഥ്യവും അതുതന്നെയല്ലേ. രണ്ടാൾക്കും വല്ലാത്ത വീർപ്പുമുട്ടലാവും. ഈ സമയത്ത് എല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് ഞാൻ കാണുന്നത് ലച്ചു ഒരു വിവാഹത്തിന് തയ്യാറാവണമെന്നാണ്. ലച്ചു സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാവും. ഇനിയും ഈ ജീവിതം തുടർന്നു പോകാതെ ലച്ചു പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. അതിനൊരു വാക്ക് ലച്ചു പറഞ്ഞാൽ മതി. അവരെ കാണുന്നില്ലല്ലോ. ആ അമ്മു, ലച്ചു എത്തിയില്ലേ? ഇല്ല. എല്ലാവരും പോകാൻ റെഡിയായോ? ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റിവെച്ചല്ലേ ഞങ്ങളെല്ലാരും ഇങ്ങോട്ട് പോകുന്നത്. മുത്തശ്ശനെ കണ്ടോ? ആ, തിരുമേനെ കണ്ടു, യാത്രയും ചോദിച്ചു. അമ്മു വരാൻ വേണ്ടി കാത്തു നിൽക്ക മോനെ ഞങ്ങളെല്ലാവരും. പോകാൻ തീരുമാനിച്ചോ? എല്ലാവരും അവിടെ ലച്ചുവിനെ കാത്തു നിൽക്കാം.
അല്ല, അമ്മ എന്താ ഇത്രയും വൈകുന്നേ? അവള് ബാഗ് ഒരുക്കോ. ഛേ, എത്ര നേരം ഇങ്ങനെ അവളെയും കാത്തു നിൽക്കുന്നത്? മരുന്നുകളൊക്കെ മുടക്കം വരാതെ അവളെ കൊണ്ട് കഴിപ്പിക്കണം. നിങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടാ, അല്ലായിരുന്നെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു. ഞാൻ അവളെ നോക്കിക്കോളാം തിരുമേനി. അമ്മോ, നീ ബാഗ് എടുത്തില്ലേ? അമ്മേ, ഞാൻ വരുന്നില്ല.